നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് സംബന്ധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് കരുവന്നൂരിലേതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 104.37 കോടിയുടെ ക്രമക്കേടാണ് നടന്നതെന്ന സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. കരുവന്നൂരിലേത് വലിയ തെറ്റെന്ന് മുഖ്യമന്ത്രി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സംസ്ഥാന ക്രൈംബ്രാഞ്ചും ഇഡിയും അന്വേഷണം തുടങ്ങി. CPM ലോക്കൽ കമ്മിറ്റി നേതാക്കളെ മുഖ്യപ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കൊടകര കുഴൽപ്പണ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കെ സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണൻ അടക്കം 19 BJP നേതാക്കളും സാക്ഷി പട്ടികയിൽ. പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പോലീസ്. സംസ്ഥാനത്ത് 17,518 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3ാം തരംഗം കുട്ടികളെ മാത്രമേ ബാധിക്കൂ എന്ന വിലയിരുത്തലിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്ന് മുഖ്യമന്ത്രി. ജില്ലയിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 2000 കടന്നു. കുതിരാൻ പെരുന്തുമ്പയിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിലിറങ്ങി. വരന്തരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് സംബന്ധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ഷാഫി പറമ്പിൽ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് കരുവന്നൂരിലേതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ബാങ്ക് ക്രമക്കേട് നേരത്തെ അറിഞ്ഞത് CPM മൂടിവെച്ചത് പാർട്ടി നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുള്ളതിനാലാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സഭയിൽ നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നിയമസഭയിൽ ഉയർന്നതോടെ സഹകരണ വകുപ്പ് മന്ത്രി വിഷയത്തിൽ വിശദീകരണം നൽകി. 104.37 കോടിയുടെ ക്രമക്കേടാണ് നടന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സഭയിൽ അറിയിച്ചു. കേസിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുകയാണെന്നും ഇതോടൊപ്പം സഹകരണ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. തട്ടിപ്പിൽ പങ്കുള്ള 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുവെന്നും മന്ത്രി അറിയിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയ്ക്കാണ് CPM നേതൃത്വം നൽകിയതെന്നും സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നും ഷാഫി പറമ്പിൽ MLA ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് ചെയ്തത് വലിയ തെറ്റെന്ന് മുഖ്യമന്ത്രി. സംഭവം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തനം ഏത് പദവി വഹിക്കുന്നവർ ചെയ്താലും വെച്ചു പൊറുപ്പിക്കില്ല. കുറ്റവാളികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ല. കർശന നടപടിയെടുക്കും. തെറ്റ് മൂടിവെക്കുന്ന സംസ്കാരം CPMനില്ലെന്നും സഹകരണ മേഖലയുടെ വിശ്വാസ്യത നഷ്ടമാകാതിരിക്കാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ചും ഇഡിയും അന്വേഷണം തുടങ്ങി. CPM നേതാക്കളായ ബാങ്ക് സെക്രട്ടറി TR സുനിൽകുമാർ, ബാങ്ക് മാനേജർ ബിജു കരീം എന്നിവരെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തു. സുനിൽകുമാർ കരുവന്നൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ബിജു കരീം പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. പ്രതികൾക്കെതിരെ കേസെടുക്കും മുൻപ് തന്നെ ഇരുവരും മുങ്ങിയതായി അന്വേഷണ സംഘം പറഞ്ഞു. നിലവിൽ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടില്ല. 2 ദിവസം മുൻപാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി ജോയിന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. തുടർന്ന് ലോക്കൽ പോലീസും ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് DGPയുടെ ഉത്തരവ് പ്രകാരം സംസ്ഥാന ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ഏറ്റെടുക്കുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയുണ്ടാക്കിയ പണം പ്രതികൾ തേക്കടിയിൽ റിസോർട്ട് പണിയുന്നതിനായി നിക്ഷേപിച്ചതായി നേരത്തെ ലോക്കൽ പോലീസ് കണ്ടെത്തിയിരുന്നു. വൻതുക വായ്പയായി എടുത്തവരെ റിസോർട്ടിന്റെ ഷെയർ ഹോൾഡർമാരാക്കി മാറ്റിയതായാണ് വിവരം. ഈ വിവരങ്ങളെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അതേസമയം തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പ്രാഥമിക അന്വേഷണം തുടങ്ങി. പോലീസിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച് ED ഇടപാടുകാരിൽ നിന്ന് വിശദാംശങ്ങൾ ആരായുകയും ചെയ്തു. വായ്പയെടുക്കാത്ത ഓട്ടോ തൊഴിലാളിക്ക് കരുവന്നൂർ ബാങ്കിന്റെ വക 50 ലക്ഷം രൂപയുടെ ജപ്തി നോട്ടീസ്. ഇരിങ്ങാലക്കുട ആസാദ് റോഡ് സ്വദേശി മുത്രത്തിപ്പറമ്പിൽ രാജുവിനാണ് കഴിഞ്ഞ ദിവസം ജപ്തി നോട്ടീസ് ലഭിച്ചത്. ഇദ്ദേഹം ബാങ്കുമായി യാതൊരു വായ്പാ ഇടപാടുകൾ നടത്തുകയോ ഒരു പേപ്പറിൽ പോലും ഒപ്പിട്ട് നൽകുകയോ ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും രാജു അറിയിച്ചു. 1 രൂപ പോലും കരുവന്നൂർ ബാങ്കിൽ നിന്ന് കടമെടുക്കാത്ത തനിക്ക് 50 ലക്ഷത്തിന്റെ ബാധ്യതാ നോട്ടീസ് വന്നതിന്റെ ഞെട്ടലിലാണ് രാജു.
കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 625 പേജുള്ള കുറ്റപത്രത്തിൽ 22 പ്രതികളും 219 സാക്ഷികളുമാണുള്ളത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മകൻ ഹരികൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെ 19 BJP നേതാക്കളെ സാക്ഷികളാക്കിയാണ് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം കർണാടകയിൽ നിന്നാണ് എത്തിച്ചതെന്നും പണം കൊണ്ടുവരുന്നത് BJP നേതാക്കൾക്ക് അറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടി. പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും കുറ്റപത്രത്തിൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചു. തട്ടിയെടുത്ത പണത്തിന്റെ ബാക്കി കണ്ടെത്താനുണ്ടെന്നും ഇക്കാര്യങ്ങളിൽ തുടരന്വേഷണം വേണമെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എടുക്കേണ്ടത് EDയും ആദായനികുതി വകുപ്പുമായതിനാൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇരു ഏജൻസികൾക്കും കൈമാറുമെന്ന് പോലീസ് പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘം മേധാവി ACP VK രാജുവാണ് കോടതിയിൽ എത്തി കുറ്റപത്രം സമർപ്പിച്ചത്. സംസ്ഥാനത്ത് 17,518 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 132 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 15,871 ആയി. 11,067 പേർ രോഗമുക്തി നേടി. 1,35,198 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 24 മണിക്കൂറിനിടെ 1,28,489 സാമ്പിളുകൾ പരിശോധിച്ചു. 13.63% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. TPR കുറയാതെ നിൽക്കുന്നതിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മൂന്നാം തരംഗം കുട്ടികളെ മാത്രമേ ബാധിക്കൂ എന്ന വിലയിരുത്തലിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. A-B കാറ്റഗറിയിൽപ്പെട്ട പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകളിൽ 50% ജീവനക്കാർക്കും, C കാറ്റഗറിയിൽപ്പെട്ട പ്രദേശങ്ങളിൽ 25% ജീവനക്കാർക്കും ഓഫീസിലെത്താം. ഓഫീസിലെത്താത്ത ജീവനക്കാർക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുമതല നൽകും. D കാറ്റഗറിയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജില്ലയിൽ 2023 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1,826 പേർ രോഗമുക്തി നേടി. 9,740 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. 11,964 സാമ്പിളുകൾ പരിശോധിച്ചു. 16.91% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം ജില്ലയിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ നിയമിച്ച സ്പെഷ്യൽ ഓഫീസർ S. കാർത്തികേയൻ ജില്ലയിൽ എത്തി. TPR നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ചും വാക്സിനേഷൻ കൂടുതലായി നടത്തി ആളുകളെ സുരക്ഷിതരാക്കുന്നത് സംബന്ധിച്ചും ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി. കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ പ്രവർത്തനം ഊർജിതമാക്കാനും തീരുമാനിച്ചു. ഇടവേള. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ഞൊടിയിടയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. സിക്ക വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രോഗാണുബാധിച്ച ഈഡിസ് കൊതുകുകളുടെ കടിയേൽക്കുന്നതിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. പനി, തിണർപ്പ്, കണ്ണിൽ ചുവപ്പ്, പേശികളിലും സന്ധികളിലും വേദന, തലവേദന, ക്ഷീണം എന്നിവ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളാണ്. സിക്ക വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വരെയുള്ള കാലയളവ് 3 മുതൽ 14 ദിവസം വരെയാണ്. അതിനുശേഷം ഗുരുതരമല്ലാത്ത ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് 2 മുതൽ 7 ദിവസം വരെ നീണ്ടുനിന്നതിന് ശേഷം മാറിപ്പോകും. ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാതെയും ഇരിക്കാം. ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. കൊതുകുകടി ഏൽക്കാതിരിക്കാനും കൊതുകിന്റെ ഉറവിട നശീകരണത്തിനും പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കുതിരാൻ പെരുന്തുമ്പയിൽ തുടർച്ചയായ 2ാം ദിവസവും കാട്ടാനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി. കാട്ടാന ശല്യം തടയാൻ വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ.
പെരുതുമ്പ കണ്ണന്തറ ഐസക് സഹോദരി ലിസി എന്നിവരുടെ വീടിനോട് ചേർന്നുള്ള പറമ്പിലെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ആന ഇറങ്ങി എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, റേഞ്ചർ, ഫോറസ്റ്റ്, DF ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ തന്നു പോയിട്ടുണ്ട്. ആന വരുമ്പോൾ സൗണ്ട് വയ്ക്കാനായിട്ട് പഞ്ചായത്ത് മെമ്പർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫെൻസിങ്ങിന് ടെൻഡർ കൊടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടത്താമെന്നാണ് അവർ പറയുന്നത്. കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ച സ്ഥലം പഞ്ചായത്ത് അധികൃതരും വനവകുപ്പ് അധികൃതരും സന്ദർശിച്ചു. കാട്ടാനശല്യം തടയാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടിയെടുക്കണമെന്ന് വാർഡ് മെമ്പർ ഷീലാബാബു ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഫെൻസിങ് ഇടണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവിടെയുള്ളവർ വെക്കുന്നത്. ആനയ്ക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടി ഒരു ഫെൻസിങ് ഇവിടെയുള്ള പ്രദേശവാസികൾ ഫോറസ്റ്റ് ഓഫീസിൽ ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ, ഫെൻസിങ് ഇടാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. കുതിരാൻ തുരങ്കപാത വന്നതിനാൽ ആനയുടെ സഞ്ചാരപാത തടസ്സപ്പെട്ടതാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്താൻ കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയാനായി കൊമ്പഴ, വാണിയമ്പാറ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് TCV. വരന്തരപ്പള്ളി കവരംപള്ളിയിൽ ജനവാസ മേഖലയിൽ ഒരാഴ്ചയായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വേങ്ങക്കൽ തോമസും കുടുംബവുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. കമ്പിവേലി തകർക്കുന്ന ശബ്ദം കേട്ടാണ് തോമസും കുടുംബവും പുറത്തിറങ്ങിയത്. ടോർച്ചടിച്ചയുടൻ ആന തോമസിന് നേരെ തിരിയുകയായിരുന്നു. ആന വരുന്നത് കണ്ട് ഇവർ വീടിനകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. പ്രദേശവാസികളായ മഞ്ഞളി സെബി, പോളച്ചൻ, വേങ്ങക്കൽ തോമസ്, ബേബി, കടലങ്ങാട്ട് സണ്ണി, കള്ളിക്കാട്ട് പീറ്റർ, പൊന്നമ്മത്ത് റുഖിയ, മലയൻ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ പറമ്പുകളിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തി. 400 മീറ്ററോളം കമ്പിവേലിയും 350ഓളം വാഴയും ആനകൾ നശിപ്പിച്ചു. 50ഓളം തെങ്ങുകൾ കുത്തിമറിച്ചിട്ട ആനകൾ ജാതിയും കവുങ്ങും റബ്ബർ മരങ്ങളും വ്യാപകമായി നശിപ്പിച്ചു. ഒരാഴ്ചയായി 2 കാട്ടാനകൾ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് വീട്ടുകാർ പറയുന്നു. രാത്രി 8 മണിയോടെ എത്തുന്ന ആനകൾ വീടുകൾക്ക് ചുറ്റിലും നാശനഷ്ടം വരുത്തിയ ശേഷം രാവിലെയാണ് പോകുന്നത്. അടുത്തടുത്ത് വീടുകളുള്ള മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ദിവസങ്ങളായി ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്ന ആനകളെ തുരത്താൻ വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വീട്ടുകാർക്ക് സംഭവിച്ചിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും ആനകളെ തുരത്താൻ വീട്ടുകാർ ശ്രമിക്കുമ്പോൾ ആനകൾ ആക്രമിക്കാൻ വരികയാണെന്നാണ് പറയുന്നത്. കാട്ടാന ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വനപാലകർ നടപടിയെടുക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഭീതി പരത്തിയിട്ടും വനംവകുപ്പ് മൗനം പാലിക്കുകയാണെന്ന് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. TCV പുതുക്കാട്. മലക്കപ്പാറ റോഡിൽ ശാന്തൻപാറയിൽ മണ്ണിടിച്ചിൽ. ഇവിടെയുള്ള പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്നും വാഴച്ചാലിലേക്ക് വന്ന ലോറിയിലെ ഡ്രൈവറാണ് മണ്ണിടിച്ചിൽ കണ്ടത്. തിരിച്ച് മലക്കപ്പാറയിലെത്തിയ ഇയാൾ അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിൽ തിരിതെളിഞ്ഞു. ടെന്നീസ് താരം കുതിരാൻ തുരങ്കത്തിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചു. വൈദ്യുതി കണക്ഷന് അപേക്ഷ ലഭിച്ച് 24 മണിക്കൂറിനകമാണ് HT കണക്ഷൻ KECB അധികൃതർ നൽകിയത്. അഡീഷണലായി വൈദ്യുതി എത്തിക്കുന്നതിന് പട്ടിക്കാട്, വടക്കാഞ്ചേരി ഫീഡറുകളിൽ നിന്നുള്ള സംവിധാനവും തുരങ്കത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് KECB അധികൃതർ അറിയിച്ചു. അതേസമയം ഓഗസ്റ്റ് 1 തുരങ്കങ്ങളിലൊന്ന് തുറക്കുക എന്ന ലക്ഷ്യവുമായി കുതിരാനിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മല തട്ടുകളാക്കി തിരിച്ചുള്ള കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. രാത്രിയും പകലും തുടർച്ചയായാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിർമ്മാണം കളക്ടർ നേരിട്ടെത്തി വിലയിരുത്തുന്നുണ്ട്. ഇതേസമയം തുരങ്കം തുറന്നാൽ ടോൾ പിരിക്കാനുള്ള നീക്കം നിർമ്മാണ കമ്പനിയായ KMC ആരംഭിച്ചുവെന്നാണ് സൂചന. പൊരിങ്ങൽകുത്ത് ഡാമിലെ സ്ലൂയിസ് വാൽവ് വീണ്ടും തുറക്കാൻ സാധ്യത. ജലവിധാനം 421 മീറ്ററിലെത്തിയ സാഹചര്യത്തിലാണ് എമർജൻസി ഗേറ്റിലൂടെ വെള്ളം വിടുന്നതിന് ആലോചിക്കുന്നത്. ചാലക്കുടി പുഴയിൽ വീണ്ടും ജലനിരപ്പ് ഉയരുമെങ്കിലും നിലവിൽ ആശങ്കയില്ലെന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായം. തുറന്നിട്ടിരിക്കുന്ന ഷട്ടറുകളുടെ സ്പിൽവേയിലൂടെ വെള്ളം പുഴയിലേക്ക് എത്തുന്നുണ്ട്. തമിഴ്നാട് അതിർത്തിയിലെ തുണക്കടവ് ജലസേചന പദ്ധതിയിൽ നിന്നും ചെറിയ തോതിൽ പൊരിങ്ങൽകുത്ത് ഡാമിലേക്ക് വെള്ളം തിരിച്ചുവിടാനും സാധ്യതയുണ്ട്. ഇതിനിടെ ഷോളയാറിന് മുകളിലെ തമിഴ്നാടിന്റെ അപ്പർ ഷോളയാർ നിറയുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. 5 അടി കൂടി ഉൾക്കൊള്ളുമെങ്കിലും ഇവിടെ നിന്നും പറമ്പിക്കുളം ഡാമിലേക്ക് വെള്ളം വിട്ടു തുടങ്ങി. പറമ്പിക്കുളം നിറയാൻ ഇനിയും 30 അടി വെള്ളം വേണം. ഇതിൽ നിന്നും വെള്ളം പൊരിങ്ങൽകുത്തിലേക്ക് എത്തിയാൽ മാത്രമാണ് ചാലക്കുടി പുഴയ്ക്ക് ഭീഷണിയുള്ളൂ.
വ്യാഴാഴ്ച രാത്രി പദ്ധതി പ്രദേശത്ത് കനത്ത മഴ പെയ്തിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച പകൽ മഴയില്ലാതിരുന്നത് ആശ്വാസമായി. ഇടവേള. വാർത്തയിലേക്ക്. ജലനിരപ്പ് ഉയർന്ന ചിമ്മിനി ഡാമിന്റെ വാൽവ് തുറന്നത് 1 മണിക്കൂറിനകം അടച്ചു. വാൽവിലൂടെ തുറന്നുവിട്ട വെള്ളം ഡാമിന്റെ സിവിൽ ജോലികൾ നടക്കുന്ന ഭാഗത്തേക്ക് ഒഴുകിയതിനെ തുടർന്നാണ് നിർത്തിയത്. പിന്നീട് വൈകിട്ട് 6ഓടെ താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ച് വാൽവ് തുറന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിച്ചു. ഡാം സുരക്ഷയുടെ ഭാഗമായി സ്ലൂയിസ് വാൽവ് തുറക്കുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. പ്രളയത്തിൽ തകർന്ന ഡാമിന്റെ അടിത്തട്ടിലെ ഏപ്രൺ എന്ന ഭാഗം നന്നാക്കുന്ന ജോലികൾ 1 മാസത്തോളമായി നടന്നു വന്നിരുന്നു. പുഴയുടെ അടിത്തട്ട് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ വാൽവിലൂടെ പുറത്തുവിട്ട വെള്ളം താൽക്കാലിക തടയണ പൊട്ടി കോൺക്രീറ്റ് ഇടൽ നടന്നിരുന്ന ഭാഗത്തേക്ക് ഒഴുകിയെത്തിയതാണ് പ്രശ്നമായത്. ഉടൻ തന്നെ ഇറിഗേഷൻ വകുപ്പ് അധികൃതർ ഡാമിന്റെ വാൽവ് അടയ്ക്കാൻ നിർദ്ദേശം നൽകി. തുടർന്ന് JCB എത്തിച്ച് വൈദ്യുതി വിഭാഗത്തിന്റെ ജനറേറ്ററിലേക്ക് വെള്ളമൊഴുകുന്ന ഭാഗത്ത് താൽക്കാലിക തടയണ നിർമ്മിച്ച് കോൺക്രീറ്റ് ഇടുന്ന ഭാഗത്തേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞു. ആറ്റൂരിലെ സ്വകാര്യ സ്ഥാപനത്തിനാണ് പുഴയുടെ അടിത്തട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികളുടെ കരാർ നൽകിയിരിക്കുന്നത്. മഴ ശക്തമാവുകയും ഡാമിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്താൽ ഇപ്പോൾ താൽക്കാലികമായി പണിത തടയണ ഇനിയും തകരാനിടയുണ്ട്. തടയണ തകരുന്ന പക്ഷം 1 മാസമായി കരാറുകാർ പണിതു വന്ന ഏപ്രണിന്റെ നിലനിൽപ്പും ആശങ്കയിലാകും. TCV ന്യൂസ്, പുതുക്കാട്. മണ്ണുത്തി വെള്ളാനിശ്ശേരിയിൽ വീട് കയറി ആക്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. മാടക്കത്ര നിവാസികളായ നിശാന്ത്, സിവിൻ, അഭി എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മാസം 21 രാത്രി പെരിങ്ങാട്ടിൽ സുനിലിന്റെ വെള്ളാനിശ്ശേരിയിലെ വീട്ടിലെത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി സുനിലിനെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തുകയും വാതിലിന്റെ പാളി അടർന്നു വീണ് സുനിലിന്റെ മകന് പരിക്കേൽക്കുകയും ചെയ്ത കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനും അടിയന്തര ചികിത്സ വേണം. അടിസ്ഥാന സൗകര്യങ്ങളിൽ മുന്നിലാണെങ്കിലും പൊതുജനങ്ങൾക്ക് അവ ലഭ്യമാക്കുന്നതിന് അധികൃതർക്ക് കഴിയുന്നില്ല. പൊതുജനം സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്തത് മൂലം ഉപകരിക്കാത്ത അവസ്ഥയാണ് ആരോഗ്യ കേന്ദ്രത്തിനെന്ന് മുൻ മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും സാന്ത്വനം ജീവകാരുണ്യ സമിതി സെക്രട്ടറിയുമായ CA ബാബു പറഞ്ഞു. ജീവനക്കാരെ ലഭ്യതക്കുറവ് മൂലം രോഗികൾക്ക് യാതൊരുവിധ സേവനവും ആരോഗ്യ സേവനവും ഇവിടുന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. വൈകുന്നേര സമയങ്ങളിൽ ഡോക്ടറില്ല, നഴ്സ് പോലുമില്ല. പൊതു അവധി ദിവസങ്ങളിൽ ഇവിടെ ചികിത്സ ഡോക്ടർമാരെ ലഭ്യമല്ല. കിടത്തി ചികിത്സ നിർത്തിവെച്ചിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ 7 നഴ്സുമാർ ഉണ്ടെങ്കിലും മെഡിക്കൽ ലീവും ഡെപ്യൂട്ടേഷനുമായി 4 പേർ ലീവാണ്. 3 നഴ്സുമാരുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കിടത്തി ചികിത്സയ്ക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും 2 വർഷത്തോളമായി ഇവിടെ കിടത്തി ചികിത്സയില്ല. രാത്രി സമയത്ത് ബ്ലോക്ക് ആശുപത്രിയിൽ അത്യാവശ്യങ്ങൾക്കായി എത്തുന്ന രോഗികൾക്ക് ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം ലഭിക്കുന്നില്ലെന്നും പരിസരവാസികൾ പറയുന്നു. ഞായറാഴ്ച ദിവസങ്ങളിലും ബ്ലോക്ക് ആശുപത്രിയിൽ ചികിത്സയില്ല. 2005-ൽ പ്രസവ ചികിത്സയ്ക്കായി നിർമ്മിച്ച ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പൊതുജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ബ്ലോക്ക് ആശുപത്രിയിൽ നിന്നും നൽകിയിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് മാത്രമായി മരുന്ന് വിതരണം പരിമിതപ്പെടുത്തിയെന്നും ഇതുമൂലം ആശുപത്രിയുടെ സമീപത്തുള്ള മറ്റ് പഞ്ചായത്തിലെ രോഗികൾക്ക് കോവിഡ് കാലത്ത് ദൂരെയുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും നാട്ടുകാരനായ PK സതീഷ് പറഞ്ഞു. 4 പഞ്ചായത്തിലത്തെയും ഗുണഭോക്താക്കൾക്ക് ഇവിടുന്ന് മരുന്നുകൾ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ മുല്ലശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമേ, രോഗികൾക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്നൊരു തീരുമാനമാണ് ഇവിടെ എടുത്തുള്ളത്. ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്ത പഞ്ചായത്തിന്റെ അതിർത്തിയിൽ കിടക്കുന്നവർക്ക് പോലും കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് അവരുടെ PHCകളിൽ പോയി മരുന്ന് മേടിക്കേണ്ട അവസ്ഥ വളരെ ദുർഘടവും അവരെ സാമ്പത്തികമായി ഈ കോവിഡ് കാലത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നതും തന്നെയാണ്. മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണമെന്നും മികച്ച സേവനം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് മുല്ലശ്ശേരി സാന്ത്വനം ജീവകാരുണ്യ സമിതി ആരോഗ്യമന്ത്രിക്കും തൃശൂർ DMOയ്ക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും ബ്ലോക്ക് ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് വരെയും ഞായറാഴ്ച ഉച്ചവരെയും OP പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വ്യക്തമാക്കി. കോവിഡ് രോഗവ്യാപനത്തെ തുടർന്ന് ബ്ലോക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം കുറവാണെന്നും നഴ്സുമാർ ജില്ലാ അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് ഡെപ്യൂട്ടേഷനിൽ പോയതെന്നും രോഗം മൂലമാണ് മറ്റ് നഴ്സുമാർ ലീവ് എടുത്തിട്ടുള്ളതെന്നും ആശുപത്രി സൂപ്രണ്ടും പറയുന്നു. TCV പാവറട്ടി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 150ഓളം ഹൗസ് സർജൻമാരുടെ സേവനം ഞായറാഴ്ച തീരാനിരിക്കെ പുനർനിയമന ഉത്തരവ് ഇറക്കാത്തത് പ്രതിസന്ധിക്കിടയാക്കുമെന്ന ആശങ്ക. 3 മാസം മുൻപ് കാലാവധി തീർന്ന ശേഷം പുനർനിയമനം നൽകിയ ജൂനിയർ ഡോക്ടർമാരുടെ സേവന കാലാവധിയാണ് ഞായറാഴ്ച വീണ്ടും അവസാനിക്കുന്നത്. MBBS പരീക്ഷ പൂർത്തിയാകാത്തതിനാലാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. ഹൗസ് സർജൻമാരുടെ അഭാവം കോവിഡ് ചികിത്സയ്ക്ക് പുറമെ അത്യാഹിത വിഭാഗം, OP തുടങ്ങിയവയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചേക്കുമെന്ന് ആശങ്കയുണ്ട്. ഇടവേള.
വീണ്ടും വാർത്തയിലേക്ക്. ആയുധ നിർമ്മാണ ഫാക്ടറികൾ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര നിലപാട് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും തീരുമാനം പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്നും AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ പറഞ്ഞു. പ്രതിരോധ ആയുധ ഫാക്ടറികൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ജീവനക്കാരുടെ പണിമുടക്ക് നിരോധിച്ച നിയമത്തിനെതിരെയും സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ESI തൃശൂർ റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. INTUC നേതാവ് MA ഷാനവാസ് അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ 20ഓളം കേന്ദ്രങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഫോർട്ട് കൊച്ചി സ്വദേശി കുരുവിക്കാടൻ 40 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. കൊലക്കേസ് റിമാൻഡ് പ്രതിയാണ്. ജയിലിൽ കുഴഞ്ഞു വീണ ഉടൻ അധികൃതർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രകൃതിക്ഷോഭം ഉൾപ്പെടെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിന്റെ ഭാഗമായി തൃപ്രയാർ കനോലി കനാലിൽ ദേശീയ ദുരന്ത നിവാരണ സേന പ്രത്യേക പരിശീലനം നടത്തി. NDRF തൃശൂർ ടീമാണ് കനോലി കനാലിൽ ബോട്ട് പരിശീലനം ഒരുക്കിയത്. ദേശീയ ദുരന്ത നിവാരണ സേന അസിസ്റ്റന്റ് കമാൻഡന്റ് മനോജ് പ്രഭാകർ നയിച്ച 14-അംഗ സംഘമായിരുന്നു പരിശീലനത്തിൽ പങ്കെടുത്തത്. വെള്ളപ്പൊക്കം, മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിന്റെ ഭാഗമായാണ് കനോലി കനാലിൽ പ്രത്യേക പരിശീലനം നടത്തിയതെന്ന് NDRF സബ് ഇൻസ്പെക്ടർ S. ധൈര്യ ലൈസൺ പറഞ്ഞു. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. സ്വന്തം പാർട്ടിക്കാർക്ക് വാക്സിൻ നൽകുന്ന ഒരു നയമാണ് സർക്കാർ പിന്തുടരുന്നതെന്ന് DCC പ്രസിഡന്റ് MP വിൻസെന്റ് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച DMO ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പീഡനക്കേസിൽ ഇടപെട്ട മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ആയുധ നിർമ്മാണ ഫാക്ടറികൾ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ വ്യാപക പ്രതിഷേധം. വടൂക്കരയിൽ നടന്ന പ്രതിഷേധ സമരം AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോഫി തിലകൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പൊന്നിയൂർക്കുളം പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. രോഗികൾ കൂടുതലുള്ള വാർഡുകൾ അടയ്ക്കാൻ തീരുമാനിച്ചു. കുന്നംകുളത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും റോഡിലേക്ക് കയറിയ ബസ് നിയന്ത്രണം വിട്ട് കാറിലിടിച്ചു. കാറിന്റെ ഒരു ഭാഗം തകർന്നു. തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജിലെ സോൾ ആൻഡ് ബ്ലഡ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കുള്ള വസ്ത്രങ്ങൾ കൈമാറി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PP ശ്രീദേവി വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. ഫോറസ്റ്റ് സ്റ്റേഷനുകൾ നിർത്തലാക്കിയ നടപടിക്കെതിരെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ വഞ്ചനാ ദിനം ആചരിച്ചു. ജില്ലയിലെ ഫോറസ്റ്റ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചാണ് വഞ്ചനാ ദിനാചരണം നടന്നത്. ഗുരുവായൂർ തിരുവെങ്കിടം പാനയോഗത്തിന്റെ ഗോപി വെളിച്ചപ്പാട് സ്മാരക പുരസ്കാരത്തിന് തായമ്പക വിദഗ്ധൻ ശുഗപുരം രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,470 രൂപ, പവന് 35,760 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവിൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് സംബന്ധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് കരുവന്നൂരിലേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 104.37 കോടിയുടെ ക്രമക്കേടാണ് നടന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. കരുവന്നൂരിലേത് വലിയ തെറ്റെന്ന് മുഖ്യമന്ത്രി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സംസ്ഥാന ക്രൈംബ്രാഞ്ചും EDയും അന്വേഷണം തുടങ്ങി. CPM ലോക്കൽ കമ്മിറ്റി നേതാക്കളെ മുഖ്യപ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കൊടകര കുഴൽപ്പണക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. K. സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണൻ അടക്കം 19 BJP നേതാക്കളും സാക്ഷിപ്പട്ടികയിൽ. പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും പോലീസ്. സംസ്ഥാനത്ത് 17,518 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3ാം തരംഗം കുട്ടികളെ മാത്രമേ ബാധിക്കൂ എന്ന വിലയിരുത്തലിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്ന് മുഖ്യമന്ത്രി. ജില്ലയിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 2000 കടന്നു. കുതിരാൻ പെരുന്തുമ്പയിൽ തുടർച്ചയായ 2ാം ദിവസവും കാട്ടാനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി. വരന്തരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.